കഥ കെടാൻ പോകുന്ന ദീപം. ഷഹനയും ഇഷാനും കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുകയാണ്. ഷഹന നേഴ്സാണ്, ഇഷാൻ നേഴ്സിംഗ് അസിസ്റ്റൻറ്റും. അങ്ങനെ ജോലി ചെയ്യുന്നതിനിടെ ഒരിക്കൽ സൽസ്വഭാവിയും സുന്ദരിയുമായ നേഴ്സ് ഷഹനയെ ഇഷാന് ഇഷ്ടമായി. ഷഹനയ്ക്കും ഇഷാൻ ഇഷ്ടമായി. അങ്ങനെ കുറച്ചു നാളുകൾക്ക് ശേഷം ഷഹനയ്ക്ക് വൃക്കരോഗം വന്നു. വൃക്കരോഗം ഗുരുതരമാണ്, ഡയാലിസിസ് വേണ്ടിവരും. എന്നാലും 6 വർഷം മാത്രമേ നിന്റെ ഷഹാന ഈ ഭൂമിയിൽ ജീവിക്കൂ എന്ന് മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാർ ഇഷാനെ അറിയിച്ചു. ഇത് കേട്ട് ഇഷാൻ ഞെട്ടി കരഞ്ഞു. അവൾക്ക് ഷഹനയ്ക്ക് ഡയാലിസിസ് ഡോക്ടർമാർ നൽകുകയാണ്. ഇഷാൻ ആശുപത്രിയിൽ അവളെ ഷഹനയെ പൊന്നുപോലെ പരിചരിക്കുന്നു. എപ്പോഴും അവളൊപ്പം തന്നെ. 6 വർഷം ആകുന്നതിൻ്റെ കുറച്ചു മുമ്പ് ഷഹാന ഇഷാനോട് പറഞ്ഞു, നിങ്ങൾ ഒരു കല്യാണം കഴിച്ചോളൂ, എന്നെ കാക്കണ്ട, ഞാൻ ജീവിക്കില്ല, 6 വർഷം ആകാൻ കുറച്ചല്ലേ ഉള്ളൂ എന്ന് പറഞ്ഞു. നീ ജീവിക്കുന്നിടത്തോളം എനിക്ക് നിന്നെ സ്നേഹിക്കാലോ. നീ എൻ്റെ മുത്താണ്, നിനക്ക് തുല്യം നീ മാത്രം. നീ മരിച്ചാൽ എനിക്ക് കല്യാണം ഇല്ല. നിന്റെ നിറമുള്ള നല്ല ഓർമ്മകളിൽ ഞാൻ ജീവിക്കും. നിന്റെ നിറമുള്ള നല്ല ഓർമ്മകളിൽ എൻ്റെ ജീവിതം ഞാൻ ജീവിക്കും എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഇത് കണ്ട് ഷഹനയും കരഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം നേഴ്സ് ഷഹന ഗുരുതര വൃക്കരോഗം മൂലം അകാലത്തിൽ മരിച്ചു. ഇഷാൻ കരഞ്ഞു. കുറച്ച് നാളുകൾക്ക് ശേഷം ഇഷാൻ്റെ വീട്ടുകാർ കല്യാണം കഴിക്കാൻ ഇഷാനോട് പറഞ്ഞു, ഞാൻ കല്യാണം കഴിക്കില്ല, എൻ്റെ ഷഹനയുടെ നല്ല നിറമുള്ള ഓർമ്മകളിൽ ഞാൻ എൻ്റെ ഈ ജീവിതം ജീവിക്കും എന്ന് കരഞ്ഞുകൊണ്ട് പറഞ്ഞു.